അന്ധകാരനഴി ബീച്ചിലെ കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം. ഇവിടെ ഒരു പോലീസ് ഹെഡ് പോസ്റ്റ് ഉണ്ട്, അതുകൂടെ ഒരു വലിയൊരു എൻട്രൻസ് ഉണ്ട് ഇവിടെ. അതുകൂടാതെ ഇവിടുത്തെ റോഡ് ഇങ്ങനെയാണ്, ആ കാണുന്ന റോഡ്. ആ റോഡിൻ്റെ കാഴ്ച ഞാൻ അവസാനം കാണിച്ചു തരാം. ഇവിടെ ആൾക്കാർക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സ്റ്റെപ്പുകളൊക്കെ ഉണ്ടാക്കി മുകളിലൊരു ഫ്ലാറ്റൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. വൈകുന്നേരങ്ങൾ ആൾക്കാർ ഇവിടെ വന്ന് വിശ്രമിക്കുന്ന സ്ഥലമാണ്. ഇത് കടകളാണ്, ഇതൊക്കെ കാണുന്നതൊക്കെ. കടകളൊക്കെ ഇപ്പോൾ അടച്ചിട്ടൊക്കെയാണ്, വെയിലാണ്. വൈകുന്നേര സമയങ്ങളിലെല്ലാം ഓപ്പൺ ആകും. ഇവിടെയൊക്കെ ധാരാളം ഹോം സ്റ്റേകളും റിസോർട്ടുകളൊക്കെ ഉള്ള സ്ഥലമാണിത്. ഇതിൻ്റെ മുകളിലൊന്ന് കയറി നോക്കാം ഇതിൻ്റെ കാഴ്ച എങ്ങനെയാണെന്നുള്ളത്. ആഹാ, അടിപൊളി, നല്ല വ്യൂ അല്ലേ. ഇതാണ് അന്ധകാരനഴി ബീച്ചിൻ്റെ കാഴ്ചകൾ. കൊള്ളാമല്ലേ, നല്ല വൈബുണ്ട്. ഇവിടെ നോക്കിയാൽ നല്ല രസമുണ്ട് കാണാനായിട്ട്. ഈ സ്ഥലത്ത് ധാരാളം ആൾക്കാർ വരുന്നുണ്ട്, അതായത് വിദേശ ടൂറിസ്റ്റുകൾ വരുന്നുണ്ട്, നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർ വരുന്നുണ്ട്. ശനി ഞായർ ദിവസങ്ങളിൽ സ്കൂളിലും ഓഫീസും ഒക്കെ അവധിയുള്ള ദിവസങ്ങളിൽ ഒരുപാട് പേര് ഇവിടെ വിസിറ്റ് ചെയ്യുന്നുണ്ട്. കാര്യം ആലപ്പുഴ ജില്ലയുടെ വടക്കേ അറ്റത്തുള്ള സ്ഥലമാണത് അന്ധകാരനഴി. ഇതുവഴി പോകുന്നതാണ് നമ്മളുടെ വടക്കോട്ട് പോയെന്നാൽ ഫോർട്ട് കൊച്ചിക്ക് പോകുന്ന സ്ഥലം. ഇതിവിടെ വലിയ ശല്യങ്ങളൊന്നുമില്ല. ഇപ്പോൾ അതുകൂടാതെ ഇവിടുത്തെ ഏറ്റവും പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ നിന്നും ചേർത്തലയ്ക്ക് പോകാൻ വളരെ എളുപ്പമാണ്. അതുകൂടാതെ തീർത്ഥാടന കേന്ദ്രമായ അർത്തുങ്കൽ പള്ളി അതൊക്കെ സ്ഥിതി ചെയ്യുന്നതിനടുത്താണ്. ഈ ബീച്ചിൽ ധാരാളം ആൾക്കാർ, ഞാൻ നിൽക്കുന്നതിന് നേരെയായിട്ട് ഒരു തെങ്ങുംതോപ്പ് തുടങ്ങുന്ന സ്ഥലമില്ലേ, അവിടെ നിൽപ്പുണ്ട്. ആൾക്കാർ വരുന്നത് ഞാൻ ഇവിടെ തിരക്കിയപ്പോൾ അറിയാൻ സാധിച്ചത്, ഇവിടെ മരണം കഴിഞ്ഞ് ഉള്ള അടുത്ത ദിവസങ്ങളിൽ അടിയന്തരമൊക്കെ ഉണ്ടാകത്തില്ലേ, ആ സമയങ്ങളിൽ ഇവിടെയാണ് ഇതിൻ്റെ കർമ്മങ്ങളൊക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ ധാരാളം ആൾക്കാർ, ഈ പ്രദേശത്തുള്ളവരൊക്കെ അവിടെ നിന്ന് ഇവിടെ വാഹനങ്ങളിൽ വന്നിട്ട് ഈ ബീച്ചിലാണ് അവർ ഇങ്ങനെയുള്ള കർമ്മങ്ങളൊക്കെ ചെയ്യുന്നത്. ഈ കാണുന്ന സ്ഥലമാണ് നമ്മുടെ പൊഴിയും കടലും തമ്മിൽ ബന്ധിപ്പിക്കുന്ന സ്ഥലം. ഇവിടെയാണ് മഴക്കാലം ആകുമ്പോൾ വെള്ളം പൊങ്ങി, കരയിൽ വെള്ളം പൊങ്ങുമ്പോൾ ഇവിടെ ഈ സൈഡാണ് മുറിച്ച് കഴിയുമ്പോൾ കരയിലെ ഈ പൊഴിയിലുള്ള വെള്ളമെല്ലാം കൂടി നേരെ കടലിലേക്ക് പോകുന്ന ഒരു രീതിയുണ്ട്. ഈ പ്രദേശത്തിന് ഇങ്ങനെ ആദ്യകാലങ്ങളിൽ ഇങ്ങനൊരു പേരില്ലാഞ്ഞ്, പണ്ട് ഈ സ്ഥലത്ത് ആരുമില്ലാഞ്ഞ് കാടും പിടിച്ച് വളരെ ഇങ്ങനെ മൂടിക്കിടന്ന സ്ഥലമാണ്. ലൈറ്റും ഇല്ല, മുഴുവൻ ഇരുട്ടുള്ള പ്രദേശമായിരുന്നു. ഈ അഴി മാത്രമേ കൃത്യമായിട്ട് ആൾക്കാർ ഉപയോഗിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് ഇതിന് ആൾക്കാരിട്ട പേരാണ് അന്ധകാരനഴി എന്നുള്ള പേര്. അങ്ങനെയാണ് ഈ പേര് വരാൻ കാര്യം. നല്ല സമയം, എനിക്ക് തോന്നുന്നു 12 മണിയൊക്കെ ആയി. നല്ല വെയിലുള്ള സമയമാണിത്. ദൂരെ നോക്കി ആ ബസ് കണ്ടോ, ആ വരുന്ന ബസ് ആലപ്പുഴയ്ക്ക് പോകുന്ന ബസ്സാണ്. ആലപ്പുഴയ്ക്ക് പോകുന്ന ബസ്സാണ്. ഈ ആലപ്പുഴയ്ക്ക് പോകുന്ന ഇവിടെ നിന്ന് 3.5 കിലോമീറ്റർ ചെല്ലുമ്പോൾ അവിടെ വേറൊരു സ്ഥലമുണ്ട്, ആറാട്ടുവഴി എന്ന് പറയുന്ന സ്ഥലം. ആ സ്ഥലത്താണ് ഒരു സുധീരം പാലമുണ്ട്. ആ പാലത്തിൻ്റെ കാഴ്ച കൂടി ഞാൻ ഈ കൂട്ടത്തിൽ കാണിച്ചു തരാം. അപ്പോൾ അന്ധകാരനഴി ബീച്ചിൻ്റെ കാഴ്ചകൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇവിടെയൊക്കെ വന്ന് എല്ലാവരും വന്നു ഫാമിലിയായിട്ടോ അവധി ദിവസമൊക്കെ വന്ന് ഇവിടെ ഒന്ന് ഈ സ്ഥലം ഒന്ന് വിസിറ്റ് ചെയ്യാൻ വേണ്ടി എല്ലാവരും ശ്രദ്ധിക്കണം. വൈകുന്നേരമാണ് നല്ല കാര്യം. വൈകുന്നേരം ആകുമ്പോൾ വെയിലൊന്നുമില്ല, നല്ല ഭംഗിയാണ് ഇവിടെ. നല്ല വൈബുണ്ടല്ലേ. അപ്പോൾ നമ്മൾ അന്ധകാരനഴി ബീച്ചിലെ കാഴ്ചകളെല്ലാം കണ്ടു. ഇനിയിപ്പോൾ നമ്മൾ അടുത്തത് ഇവിടുത്തെ റോഡിൻ്റെ കാഴ്ചകളാണ്. റോഡുണ്ട്. ഈ റോഡെന്ന് വെച്ചാൽ ഇവിടെ 2 പാലങ്ങളാണ് ഉള്ളത്. ഈ കാണുന്ന ഒരു പാലമാണ്, ഇങ്ങനൊരു പാലം. അതുകൂടാതെ ഇതിൻ്റെ കുറച്ച് ദൂരോട്ട് മാറി ഇതാണ്ട് അവിടെ ഒരു പാലമുണ്ട്. ആ കാണുന്ന ഒരു പാലമാണ്. അവിടെ ഒരു പാലമുണ്ട്. പിന്നെ നമ്മുടെ ബീച്ച് അവിടെ കാണുന്നതാണ്. അതായത് ഇങ്ങനെ പാലം വരാൻ കാരണം ഈ കടലിൻ്റെ അവിടുന്ന് ഇതൊരു പൊഴിയാണ് കേട്ടോ. ഈ പൊഴിയിലാണ് ഈ 2 പാലം വന്നേക്കുന്നത്. അപ്പോൾ ഈ പൊഴികൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന സ്ഥലമാണ് കടലും ഈ പൊഴിയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന സ്ഥലമാണ് ആ കാണുന്നത്.
അവിടെ ആൾക്കാർ നിൽക്കുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അവിടെ അതിങ്ങനെ വെള്ളപ്പൊക്കം വരുമ്പോൾ ഇങ്ങനെ പൊഴി മുറിക്കുന്ന ഒരു പരിപാടിയുണ്ട് അവിടെ. അപ്പോൾ അവിടെ ഉണ്ട്, അവിടെ ഒരു ഷട്ടറുണ്ട് ആ പാലത്തിൻ്റെ അവിടെ. ഈ പാലത്തിൻ്റെ അപ്പുറം ഷട്ടറുണ്ട് ഇവിടെ. അത് ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഈ കാണുന്നതും ഷട്ടർ തന്നെയാണ്. ഈ പാലത്തിൻ്റെ അപ്പുറത്തൊരു ആ കാണുന്ന പഴയ പാലമാണ്. ഷട്ടർ അവിടെയാണ് കൊടുത്തേക്കുന്നത്. അതുപോലെ തന്നെ ഈ നിൽക്കുന്ന പാലത്തിൻ്റെ അപ്പുറത്തുള്ള അതിൻ്റെ അപ്പുറത്താണ് ഷട്ടർ ഉള്ളത് കേട്ടോ. പിന്നെ ഇവിടെ തന്നെ ലൈറ്റ് ഹൗസ് ഉണ്ടണം. ഇവിടെ രാത്രിയിൽ ഇങ്ങനെ വള്ളങ്ങളും കപ്പലുകളൊക്കെ വരുമ്പോൾ ദിശ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു ഇതാണ് ഇവിടുത്തെ ലൈറ്റ് ഹൗസ്. ഈ റോഡിൽ കൂടെ ഇങ്ങനെ പോകുന്നത് ആലപ്പുഴയ്ക്ക് പോകുന്ന റോഡാണ്. അതുകൂടാതെ ഇങ്ങനെ നേരെ അവിടുന്ന് പോകുന്നത് ഫോർട്ട് കൊച്ചിക്ക് പോകുന്നതാണ്. ധാരാളം ബസ്സുകളൊക്കെ ഉള്ള ഒരു റൂട്ട് തന്നെയാണത്. അതാണ് ഈ അന്ധകാരിൻ്റെ റോഡിൻ്റെ സൈഡിലത്തെ കാഴ്ചകളും ഇവിടുത്തെ വാർത്തകളൊക്കെ. അടുത്ത് നമുക്ക് നമ്മുടെ സുധീരൻ പാലത്തിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ സുധീരൻ പാലത്തിലേക്കാണ് ഞാൻ പോകുന്നത്. സുധീരൻ പാലത്തിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഇതിൻ്റെ സൈഡിലൊക്കെ പാടങ്ങളും ഒക്കെ ഉണ്ട്. നിറച്ചും കാടുള്ള പ്രദേശമാണ്. നല്ല ഭംഗിയുള്ള സ്ഥലമാണിത്. രണ്ട് സൈഡിലും നിറച്ചും വെള്ളമുള്ള ഒരു കണ്ടൽ കാടുകളൊക്കെ പിടിച്ചു നിൽക്കുന്ന ഒരു സ്ഥലമാണിത്. ഇത് നമ്മൾ നേരെ കാണുന്നതാണ് സുധീരൻ പാലം. സുധീരൻ പാലം വരുന്നത് ആലപ്പുഴ ജില്ല തന്നെയാണ്. ആലപ്പുഴ ജില്ലയിലാണ് എൻ്റെ വീട്. ഇപ്പോൾ ആലപ്പുഴ ജില്ലയിലെ ചില ചെറിയ ഗ്രാമങ്ങളെക്കുറിച്ച് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ നിങ്ങളുടെ വീഡിയോ ഒക്കെ ചെയ്യുന്നത്. ഒരുപാട് ടൂറിസം സാധ്യതയുള്ള സ്ഥലങ്ങളാണത്. അഴീക്കലിനോട് ചേർന്നുള്ള ഒരു അഴീക്കലേക്ക് ഇവിടുന്ന് 3.5 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. ഇതാണ് സുധീരൻ പാലം. സുധീരൻ പാലം. ഈ പാലത്തിന് സൈഡിൽ എഴുതി വെച്ചിട്ടുണ്ട് VM സുധീരൻ. അതായത് പഴയ MP-യുടെ പേരിൽ നിർമ്മിച്ച പാലമാണിത്. MP നിർമ്മിച്ചു കൊടുത്ത പാലമാണിത്. സമയം നല്ല ദൂരമുണ്ട് ഈ പാലത്തിന്. ഇവിടെയൊക്കെ ഇപ്പോൾ പുതിയതായിട്ട് കൽക്കെട്ടൊക്കെ നിർമ്മിച്ചിട്ടുണ്ട്. അതായത് പിന്നെ കമ്പാവലയും എല്ലാം. ഇവിടെ മീൻപിടുത്തക്കാരൊക്കെ ഉണ്ട്. ഈ സ്ഥലം വരുന്നത് ആറാട്ട് വഴി എന്ന് പറഞ്ഞ സ്ഥലമാണ്. ആറാട്ട് വഴി. ഈ പാലത്തിൻ്റെ മുകളിലൂടെ വാഹനങ്ങളൊക്കെ വരുന്നുണ്ട്. അതായത് വലിയ വാഹനമൊന്നും വരത്തില്ല. നിങ്ങളിപ്പോൾ വരികയാണെങ്കിൽ കാറിലൊന്നും വരാൻ പറ്റത്തില്ല. ഇതെല്ലാം ഓട്ടോറിക്ഷ അതുപോലുള്ള ചെറിയ വാഹനങ്ങൾ മാത്രമേ ഇതിലൂടെ വരുള്ളൂ. ഒരു വണ്ടി പോവുകയാണെങ്കിൽ അക്കരെ നിൽക്കേണ്ട ഒരവസ്ഥയാണ് വേറൊരു വാഹനം തിരിച്ച് കയറി വരുവാനായിട്ട്. ഈ പാലത്തിൻ്റെ പടിഞ്ഞാറ് വശ സൈഡിൽ ഇറങ്ങിയാൽ ഇവിടെ വൈകുന്നേര സമയങ്ങളിലൊക്കെ ഇരിക്കാനും വിശ്രമിക്കാനും ഒക്കെ ഉള്ള സ്ഥലങ്ങളുണ്ട്. ഞാൻ ഈ പാലത്തിൻ്റെ മധ്യഭാഗത്തേക്ക് പോവുകയാണ്. മധ്യഭാഗത്തേക്ക് ആണെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് രണ്ട് വശവും കാണിക്കാനും പരിചയപ്പെടുത്താനും പറ്റും. ഞാൻ ഈ പാലത്തിൻ്റെ മധ്യഭാഗത്ത് എത്തിയിട്ടുണ്ട്. അങ്ങോട്ട് പോയെന്നാൽ അവിടെ അതിൻ്റെ ജംഗ്ഷനിലും പറയുന്ന പേര് ആറാട്ട് വഴി എന്നാണ്. അതുകൂടാതെ ഇവിടെ വരുന്ന ഈ സ്ഥലവും പറയുന്നത് ആറാട്ട് വഴി എന്നാണ്. രണ്ട് സ്ഥലവും ആറാട്ട് വഴി എന്നാണ് പറയുന്നത്. ഈ പാലത്തിൻ്റെ മുകളിൽ നിന്നുള്ള ആ ഒരു കാഴ്ച കാണിച്ചു തരാം. ഇതൊരു അഴിയാണിത്. അഴി കണ്ടൽക്കാടുകളൊക്കെ ഉണ്ട്. ഇവിടെ വൈകുന്നേര സമയങ്ങളിലാണ് മീൻപിടുത്തവും ഒക്കെ ഉണ്ട്. ഈ പ്രദേശത്തിനടുത്ത് തന്നെയാണ് തങ്കിപ്പള്ളി എന്ന് പറയുന്ന പ്രശസ്തമായ തീർത്ഥാടന കേന്ദ്രം. ഇവിടെ വരുന്നവർ ആ ദേവാലയത്തിലും കൂടി പോകുവാനും കാണുവാനും ഒക്കെ ശ്രദ്ധിക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു.